ഹായ്, നമ്മൾക്കിന്നൊരു അടിപൊളി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് തരം ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്ട്രെയിറ്റനിങ് ഉണ്ട്, സ്മൂത്തനിങ് ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്, കെരാറ്റിൻ ഉണ്ട്, അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളും ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുണ്ട്. അതായത് എന്നോടൊക്കെ ഒരുപാട് പേര് ഫോണിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സ്ട്രെയിറ്റനിങ് ആണോ, ബോട്ടോക്സ് ആണോ, കെരാറ്റിൻ ആണോ ഞങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കെരാറ്റിൻ എന്താണെന്ന് നോക്കാം. കെരാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് ബോഡിയിലുള്ള ഒരു പ്രോട്ടീനാണ്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു കെമിക്കൽലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് 16 വയസ്സിന് ശേഷമുള്ള ആർക്കും നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത് നമുക്കിപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു ഹെയർ ഡാമേജ് ആയെന്നുള്ള ഫീലിംഗ് വരിക, അല്ലെങ്കിൽ വരണ്ട ഹെയർ, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഹെയർ, പല പ്രാവശ്യം സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ മറ്റേതെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളോ കഴിഞ്ഞിട്ട് ഡാമേജ് ആയി അല്ലെങ്കിൽ വരണ്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹെയർസിന് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് കെമിക്കലില്ല. അതുകൊണ്ട് തന്നെ പക്ക പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയറിന് അഡീഷണലായിട്ട് പ്രോട്ടീൻ കൊടുത്ത്, അല്ലെങ്കിൽ കെരാറ്റിൻ പ്രോട്ടീൻ കൊടുത്ത് അതിനെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ആക്കിക്കൊണ്ട് വരാൻ ഏറ്റവും നല്ല, ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു 16 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ചെയ്യാവുന്ന ഒരു നോർമൽ ട്രീറ്റ്മെൻറ്റാണ് കെരാറ്റിൻ. പക്ഷേ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ കെമിക്കൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 6 മാസമാണ് നമുക്കൊരു അതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം തന്നെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വാഷിംഗ് ആണ്. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു വാഷിംഗ് അല്ല നമ്മളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മുടി വാഷ് ചെയ്യാൻ നോക്കിയാലും ആ ട്രീറ്റ്മെൻറ്റ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റാണോ യൂസ് ചെയ്യുന്നത് അതേ പ്രോഡക്റ്റ്, അതേ കമ്പനിയുടെ ഷാമ്പു തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതൊരു 4-5 തവണ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ വൃത്തിയാക്കി നീറ്റാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഷാമ്പു വാഷിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരുപാട് തരം കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതും ഈ ഗാലക്സിയുടെ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ്. ഇതിനെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇപ്പോൾ അത് പ്രിഫർ ചെയ്യുന്നതും ഈ പ്രോഡക്റ്റാണ്. ഇനി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രീം ആപ്ലിക്കേഷനാണ്. ആ ക്രീം ആപ്ലിക്കേഷൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ആ ഹെയറിൽ എത്ര നേരം കൊണ്ട് സെറ്റാവുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയണിങ് ആണ്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും മേജർ പോർഷൻ ഇരിക്കുന്നത് ഈ അയണിങ്ങിലാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ക്രീം നന്നായിട്ട് ഹെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ടും ആ കെരാറ്റിൻ നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ അയണിങ് ആണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അയണിങ് പ്രോസസ്സ് ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ അയണിങ്. അയണിങ്ങിൻ്റെ പെർഫെക്ഷൻ പോലെ ഇരിക്കും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് മന്ത്ലി ഒരു സ്പാ എടുക്കുകയും വീക്ക്ലി ട്വൈസ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുകയും ചെയ്യണം. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാണോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതേ കമ്പനിയുടെ തന്നെ ഷാമ്പു, കണ്ടീഷണറൊക്കെ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. മറ്റു ഷാമ്പൂസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടിയുടെ, അതായത് ഈ ക്രീം ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ pH അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റു ഷാമ്പൂസൊക്കെ ഉപയോഗിച്ചാൽ മുടി വീണ്ടും ഡ്രൈ ആയി പോകാനോ പൊട്ടിപ്പോവാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ തന്നെ ഏത് കമ്പനിയാണോ നിങ്ങൾ യൂസ് ചെയ്തത് അതേ കമ്പനിയുടെ തന്നെ ഷാമ്പൂ, കണ്ടീഷണറും ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മന്ത്ലി സ്പാ എടുക്കുക എന്നുള്ളത്. സ്പാ കൃത്യമായിട്ടും കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പാർലറിലൊക്കെ ഞങ്ങളൊരു പാക്കേജ് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡാമേജ്ഡ് ഹെയറുകാർക്ക്. എന്നാൽ ഓയിലി ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ നല്ലത് സ്മൂത്തനിങ് അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് ഇവർക്ക് കെരാറ്റിൻ ആണോ, സ്മൂത്തനിങ് ആണോ, സ്ട്രെയിറ്റനിങ് ആണോ, ബോട്ടോക്സ് ആണോ ഏറ്റവും നല്ലത് എന്ന് കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പലരും ഇപ്പോൾ കെരാറ്റിന് വന്നിട്ട് ഞാൻ അവർക്ക് സ്മൂത്തനിങ് മാറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മൂത്തനിങ് വന്നവർക്ക് ഭയങ്കര ഡാമേജ് ആയിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന തരം ഹെയറൊക്കെ കണ്ടിട്ട് ഞാൻ അവരെ കൊണ്ട് സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ റീബോണ്ടിങ്ങോ ഒന്നും ചെയ്യിക്കാണ്ട് കെരാറ്റിൻ ചെയ്യിപ്പിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മാത്രം നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരവും ഉണ്ട്. ഇത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ചോദിച്ച് അതിനനുസരിച്ചുള്ള മറുപടി കിട്ടിയതിന് ശേഷം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നല്ലത്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാനിന്നൊരു ബ്യൂട്ടി ടിപ്സ് എല്ലാ വീഡിയോയിലും തരുന്നത് പോലെ നിങ്ങൾക്ക് തരാം. അതായത് താരൻ്റെ പ്രോബ്ലത്തിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു കപ്പ് തൈരെടുക്കുക, ഒരു നാരങ്ങയും എടുക്കുക. ആ നാരങ്ങയുടെ നീര് ഈ തൈരിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ താരന് നല്ല ശമനം ഉണ്ടാകുന്നതാണ്. അത് വീക്കിലി ട്വൈസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് താരൻ കൺട്രോൾ ചെയ്യാൻ